പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ 14 പേർക്ക് പൗരത്വം നൽകി കേന്ദ്രം. നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ തിടുക്കം പിടിച്ച നീക്കം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. വിഷ്ണു തലവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൗരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ തിടുക്കം പിടിച്ച ഒരു നീക്കം ഉണ്ടാകുന്നത്. 14 പേർക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പൗരത്വം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ 14 അഭയാർത്ഥികൾക്ക് ഈ ഒരു പൗരത്വ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയാണ് വിതരണം ചെയ്തത്. കഴിഞ്ഞ മാർച്ച് 11-നാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടലടക്കം സജ്ജീകരിക്കുകയും ചെയ്തത്. എന്നാൽ നിലവിൽ ഇത്തരത്തിൽ പൗരത്വം നൽകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനവും ശക്തമാകുന്നുണ്ട്. കാരണം നിലവിൽ ഇത്തരമൊരു ഹർജി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഈ CAA നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളൊക്കെ തന്നെ വലിയ എതിർപ്പാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പോലും എതിർപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തിടുക്കം പിടിച്ചൊരു നീക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെന്ന് പറയുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലടക്കം നിരവധി മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാനുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ഒരു പ്രചരണ ആയുധമാക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ തിടുക്കം പിടിച്ച് ഒരു പൗരത്വം നൽകുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും നേരത്തെ ഈ ഒരു പൗരത്വ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ തന്നെ ഉയർന്നു വന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളെയാണ് പൗരത്വം നൽകുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തിനൊഴിച്ച് മറ്റു വിഭാഗങ്ങൾക്ക് ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി ഉൾപ്പെടെയുള്ള 6 വിഭാഗങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകുന്നത്. ഇതിനെതിരെ തന്നെയാണ് വിമർശനം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത്.